ഹായ് ഡിയർ സ്റ്റുഡൻറ്റ്, ഞാൻ ഇന്ന് എടുക്കുന്ന ക്ലാസ് 9ാം ക്ലാസ്സിലെ മലയാളം മീഡിയം കേരള സിലബസ് സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. രണ്ട് സംഖ്യകളുടെ തുക 100ഉം വ്യത്യാസം 30ഉം ആണ്. സംഖ്യകൾ ഏതൊക്കെ? രണ്ട് സംഖ്യകളുടെ തുക 100ഉം വ്യത്യാസം 30ഉം ആണ്. സംഖ്യകൾ ഏതൊക്കെ? എന്താ സംഖ്യകൾ ഏതൊക്കെ എന്നല്ലേ ചോദിച്ചേ. സംഖ്യകൾ എക്സ് വൈ ആയിട്ട് എടുക്കുക. എക്സ് വൈ ആയാൽ സംഖ്യകൾ എക്സ് വൈ ആയാൽ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കുക? എക്സ് രണ്ട് സംഖ്യകളുടെ തുക എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. ഫസ്റ്റ് ഇക്വേഷൻ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു വ്യത്യാസം എത്രയാ പറഞ്ഞേ? 30. സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഈ രണ്ട് ഇക്വേഷനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്ലസ് വൈയും മൈനസ് വൈയും. പ്ലസ് വൈ മൈനസ് വൈ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഇക്വേഷനെ ആഡ് ചെയ്യണം, കൂട്ടണം. അപ്പൊ എന്ത് നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂട്ടാം അല്ലെ. ഈ വൈ എന്നത് ക്യാൻസൽ ആയി പോകണം, എന്നാലേ എക്സ് കിട്ടും അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷൻ നമുക്ക് കൂട്ടാം. എങ്ങനെ കൂട്ടാം പറഞ്ഞേ? എങ്ങനെ കൂട്ടാം? ഫസ്റ്റ് ഇക്വേഷൻ ഡിഫറെന്റ് സൈനാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ദെൻ എക്സ് പ്ലസ് എക്സ്, എക്സിനോട് എക്സ് ആഡ് ആക്കിയാല് 2x. വൈ എന്തായി? വൈ എന്നത് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ബാക്കി എന്താ ഉള്ളത്? ഈക്വൽ ടു. വലതുഭാഗത്ത് എന്താ ഉള്ളത്? 100 കൂട്ടണം 30 എത്രയാ? 130. കിട്ടിയല്ലോ. ഇനി എക്സ് കാണുക. 2x ഈക്വൽ ടു 130 ആണ് എങ്കിൽ എക്സ് എത്ര? എക്സ് ഈക്വൽ ടു 130 ഹരിക്കണം 2. 130 ഹരിക്കണം 2 എത്രയാ? 65. 65. 6 12 1 ബാക്കി 10 2 10 65. ക്ലിയർ ആയോ മക്കളെ? ഇത് ക്ലിയർ ആയില്ലേ? ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ എക്സാമിന് ഷുവർ ആയി ചോദിക്കും ഇതേ രീതിയിലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്പർ മാറ്റി മാറ്റി ഇടുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സ് 65 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? നമ്പേഴ്സ് സംഖ്യകൾ ഏതൊക്കെയെന്നല്ലേ ക്വസ്റ്റ്യന്. അപ്പൊ എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ എന്നത് ആ ഇക്വേഷൻ വീണ്ടും എടുത്തിരുന്നു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 എന്നത് വീണ്ടും എടുത്തിരുന്നു. അതിലേക്ക് എക്സിന്റെ വാല്യൂ കൊടുക്കുന്നു. എക്സിന്റെ വില എത്രയാ? 65. 65 പ്ലസ് വൈ ഈക്വൽ ടു എന്താ? 100 അല്ലേ. അപ്പോ വൈ ഈക്വൽ ടു എന്തായിരിക്കും? 100 മൈനസ് അല്ലെ 100ൽ നിന്ന് 65 കുറക്കണം. 100ന്ന് 65 കുറച്ചാൽ എത്രയാ? ആൻസർ എത്രയാ? വേഗം പറ. 100ന്ന് 65 കുറച്ചാ വൈ ഈസ് ഈക്വൽ ടു 35. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാ? സംഖ്യകൾ ഏതൊക്കെയാ? സംഖ്യകൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞേ ഏതൊക്കെയാ? എക്സും വൈ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാ? 65, 35. ഇതാണ് ആൻസർ. ക്ലിയർ ആയില്ലേ? ഇതുപോലത്തെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇതേപോലെ തന്നെ നമ്പർ മാറ്റിയിട്ട് അത് ചെയ്യാൻ പറ്റും നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. രണ്ട് സംഖ്യകളുടെ തുക 31ഉം വ്യത്യാസം 7ഉം ആണ്. സംഖ്യകൾ ഏതൊക്കെ? അപ്പൊ എക്സ് വൈ ആയിട്ട് എടുക്കുക അല്ലെ. സംഖ്യകൾ എക്സ് വൈ ആയി എടുത്താൽ ഇങ്ങനെ എഴുതാം. സംഖ്യകൾ എക്സ് വൈ ആയാൽ ഇക്വേഷൻ എന്താ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 31. ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തത് ഏതാ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 7. 7 അല്ലേ പറഞ്ഞത്? ഡിഫറൻസ് എത്ര പറഞ്ഞത്? 7. അപ്പൊ 7. സെക്കൻഡ് ഇക്വേഷൻ. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഫോളോ ചെയ്തോ. വൈനെ നമുക്ക് ഇവിടെ ക്യാൻസൽ ആക്കാം അല്ലേ. വൈനെ ക്യാൻസൽ ആക്കാം. ഇവിടെ ഡിഫറൻറ്റ് ചിഹ്നമാണ്, പ്ലസ് ആണ് മൈനസ് ആണ്. അപ്പൊ നമുക്ക് ഇത് ക്യാൻസൽ ആക്കാം. എന്ത് ചെയ്യുക? രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ആഡ് ചെയ്യാം. എക്സിന് എക്സ് ആഡ് ചെയ്താൽ 2x. വൈയും പ്ലസ് വൈ മൈനസ് വൈയും ക്യാൻസൽ ആയി അല്ലേ. ബാക്കി 31 പ്ലസ് 7 എത്രയാ? 31 7 38. ഇനി എക്സ് ഈക്വൽ ടു 38 ഹരിക്കണം 2. 38 ഹരിക്കണം എങ്ങനെ? ഇവിടെ ഗുണിക്കണത് 2 ഇൻറ്റു എക്സ് അല്ലേ. അത് ഈക്വൽ ഇപ്പം വരുമ്പോൾ എന്താ? ഡിവിഷൻ ആവും. 38 ഹരിക്കണം 2. അപ്പൊ ആൻസർ എത്രയാ? 38 ഹരിക്കണം 2 എത്രയാ? ഈക്വൽ ടു
19 അല്ലെ 19 എക്സ് 19 കിട്ടിയല്ലോ. ഇനി y കണ്ടുപിടിക്കാലോ. y എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കാം? എക്സിന്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് y ഈക്വൽ ടു 31. എക്സിന്റെ വാല്യൂ 19. 19 പ്ലസ് y ഈക്വൽ ടു 31. ഇനി എന്ത് ചെയ്യാം? y കണ്ടുപിടിക്കുക. ഈസി അല്ലേ? അപ്പോൾ 31 കുറയ്ക്കണം 19 പ്ലസ് 19 ഈക്വൽ ഇപ്പം വരുമ്പോൾ -19. 31 19 കുറച്ച് നോക്കേ, എത്ര വരുന്നേ? y ഈസ് ഈക്വൽ ടു 12 അല്ലേ? 12. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാ? എക്സ് y ഈക്വൽ ടു എന്താ നമ്പേഴ്സ് എന്നിട്ട് എഴുതുക, അല്ലെങ്കിൽ എക്സ് y ഈക്വൽ ടു 19 20 19 12. ഓക്കെ, ക്ലിയർ ആയില്ലേ? എക്സും വൈയും കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ടഫാണ്, ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും ചെയ്തു നോക്കണം കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യാം. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് 1/3 ആണ്. ഏതാണ് ഭിന്നസംഖ്യ? ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഒരു ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ? അംശവും ഛേദവും കൂടി ചേർന്നതാണ് ഭിന്നസംഖ്യ അല്ലെ? അംശവും ഛേദവും കൂടി ചേർന്നതാണ് ഭിന്നസംഖ്യ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അത് അംശം അംശവും ഛേദവും കൂടി ചേർന്നത് ഭിന്നസംഖ്യ. അപ്പൊ നമുക്ക് എന്തെടുക്കാം? അംശത്തെ എക്സ് എന്ന വേരിയബിൾ ആയി എടുക്കുക. ഛേദത്തെ y എന്ന വേരിയബിൾ ആയി എടുക്കുക. അപ്പൊ ഭിന്നസംഖ്യ എങ്ങനെ എഴുതുക? ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? x/y ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലെ? അംശം എക്സ്, ഛേദം y ആയിരിക്കും, ഭിന്നസംഖ്യ എക്സ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വാ. എന്താ പറഞ്ഞേ? ഭിന്നസംഖ്യയോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോ എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ, അപ്പൊ ഭിന്നസംഖ്യ എന്താ നമ്മൾ എഴുതിയേ? x/y. അതിനോട് എന്ത് കൂട്ടിന്ന് പറഞ്ഞാൽ 1 കൂട്ടി. അപ്പൊ ഇത് അംശത്തോട് 1 കൂട്ടിയപ്പോ എന്ത് കിട്ടി? ലഘൂകരിച്ചപ്പോ എന്ത് കിട്ടി? 1/2 കിട്ടി. ഇനി ഈ ഇങ്ങനെ തന്ന ഇക്വേഷന് ഈക്വലിന് അപ്പുറം ഇപ്പം അംശം ഛേദം 2 തരത്തിലാണുള്ളത് അല്ലെ? ഇത് ഇവിടെ അംശവും ഛേദം, ഇവിടെ അംശവും ഛേദം, ഈ രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഈ അംശം ഛേദം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇതുകൊണ്ട് ഇൻഡ് ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ഇൻഡ് ചെയ്യുക. അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ചെയ്യാം. എന്ത്? 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ഇടുക കേട്ടോ, എക്സ് പ്ലസ് 1. എന്തിന്റെ ബ്രാക്കറ്റ് ഇടുന്നേ? ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, ഒരു വേരിയബിൾ ഒരു നമ്പറും ഉണ്ട്, അതുകൊണ്ട് ഈക്വൽ ടു, പിന്നെ ഇതെന്താ? y ഇൻറ്റു 1. ക്ലിയർ ആയല്ലോ? y ഇൻറ്റു 1, പിന്നെ y ഇൻറ്റു 1, പിന്നെ 2 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇനി ഇതിനെ നമുക്ക് ലഘൂകരിച്ചൂടെ? 2 ഇൻറ്റു എക്സ്, ഇത് എന്താ? 2 ഇൻറ്റു എക്സ് ആണ്, 2 ഇൻറ്റു 1 ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അതേപോലെ എഴുതാം. 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2x. പിന്നെ ഇവിടെ എന്താ ഇല്ലേ? പ്ലസ് എന്ന സൈൻ അതേപോലെ എഴുതാം. പിന്നെ 2 ഇൻറ്റു 1 2 ഈക്വൽ ടു y ഇൻറ്റു 1 y. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിളിനെ LHSലേക്ക് ഈ y-നെ ഇപ്പുറം കൊണ്ടാണ്ട് ഈ 2-നെ ഈ വലതുഭാഗത്തേക്ക് ഇടുക അല്ലെ? എഴുതാം. അപ്പൊ അത് ചെയ്യാം. എന്താ? 2x, പിന്നെ ഈ y ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താവും? y ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്താകും? പ്ലസ് y എന്താവും? -y ആവും. ഗുഡ്, അറിയാം അല്ലേ? അപ്പൊ എന്ത് വരും? ഈ +2 എന്ത് വരും? ഇങ്ങോട്ടേക്ക് വരുമ്പോ -2.
-2 +2 എന്താവും -2. ഇപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയല്ലേ നമുക്ക്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ അതേപോലെ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? അതിന്റെ ഛേദത്തോട് 1 ആഡ് ചെയ്തപ്പോൾ എന്ന് പറയുമ്പോ എന്തായിരിക്കും? x/y എന്നത് ഭിന്നസംഖ്യയാണ്. ഛേദത്തോട് എന്ന് പറഞ്ഞാൽ അപ്പൊ y+1 അല്ലെ? y+1 ഈക്വൽ ടു എന്താ? ഈക്വൽ ടു 1/3 അല്ലേ? ഈക്വൽ ടു 1/3 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി ഇതേ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക. എന്താ? 3 × x ഈക്വൽ ടു 1 × y+1. 3 × x 3x ഈക്വൽ ടു 1 × y+1 എന്താ? y+1. ക്ലിയർ ആയില്ലേ? ഇനി എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ നമുക്ക് എന്ത് നേരത്തെ ചേഞ്ച് ചെയ്ത പോലെ ചേഞ്ച് ചെയ്യാം. എങ്ങനെയാ? വേരിയബിളിനെ LHSലേക്ക് കൊണ്ടുവരും. എന്ത്? 3x - y ഈക്വൽ ടു 1. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ. ഇനി ഈ ഇക്വേഷന് നേരത്തെ ഇക്വേഷൻ ആദ്യം കിട്ടിയ ഇക്വേഷൻ എന്താ? 2x - y ഈക്വൽ ടു -2. ആദ്യത്തെ ഇക്വേഷൻ അല്ലേ? അത് രണ്ടും ഒരുമിച്ച് എഴുതുന്നു. ഒരുമിച്ച് എഴുതിയിട്ട് അതെന്ത് ചെയ്യാം? ഇവിടെ നോക്ക്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ടത് ഒരേ സൈനാണ്. ഇത് ക്യാൻസൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ആക്കണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം, കുറക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ? സെക്കൻഡ് ഇക്വേഷൻ കുറക്കണം ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ. സെക്കൻഡ് ഇക്വേഷൻ ആണ് ഫസ്റ്റ് എടുത്തതിന് ഫസ്റ്റ് ഇക്വേഷൻ. 3ന്ന് 2 കുറച്ചാൽ x അല്ലേ? x ഈക്വൽ ടു y ക്യാൻസൽ ആയി. ദെൻ ഇവിടെ നോക്ക്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ? 2 1 -2 അങ്ങനെ വരുമോ ഇവിടെ? നോക്ക്. 1 -2 അതായത് സബ്ട്രാക്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ക്വസ്റ്റ്യൻ ഉള്ളത് മൈനസ്. ഈ മൈനസ് എന്താണ്? ക്വസ്റ്റ്യൻ ഉള്ളത് മൈനസ് ആണ് നമ്മളെ ഇതില്. ഇതെന്താ? നമ്മൾ സബ്ട്രാക്ട് ചെയ്ത മൈനസാ. അപ്പൊ മൈനസ് അടുത്ത് വരുമ്പോ എന്താവും? അടുത്ത് വരുമ്പോ എന്താവും? ഇത് പ്ലസ് ആയി മാറും. അപ്പൊ എന്ത്? ആഡ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. 1 + 2 3. ക്ലിയർ ആയിനാ? അപ്പൊ x ഈക്വൽ ടു 3 കിട്ടി. x എത്ര കിട്ടി? 3 കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിച്ചൂടെ? y കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ yന്റെ വാല്യൂ കൊടുക്കുക. നമ്മൾ ഏത് ഇക്വേഷനിൽ കൊടുക്കുന്നു? 2x - y ഈക്വൽ ടു -2. ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ കൊടുക്കുന്നു. ഇപ്പൊ 2 × 3 -y ഈക്വൽ ടു -2. 2 ഗുണിക്കണം 3 7 3 6 -y ഈക്വൽ ടു -2. ഇനി എന്താ? -y ഇവിടെ വെക്കുക. -y ഇവിടെ വെക്കുക. എന്നിട്ട് -2 അതേപോലെ എഴുതുക. +6 എന്ത് വരും? -6 ആയി മാറും. അപ്പൊ y ഈസ് ഈക്വൽ ടു -y ഉണ്ട്. മൈനസ് നെഗറ്റീവ് ചിഹ്നം അവിടെ ഒഴിവാക്കാൻ പാടില്ല. പിന്നെ -6 -2 -6 ആഡ് ചെയ്യുക അല്ലെ? ഒരേ സൈൻ ആയാൽ, ഒരേ ചിഹ്നമായ മൈനസ് ആയാൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ 2 + 6 8. അപ്പൊ എന്നിട്ട് പുട്ട് മൈനസ് സൈൻ ഇടുക. എന്നിട്ട് മൈനസ് സൈൻ ഇടുക. നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് മൈനസ് സൈൻ ഇടുക. അപ്പൊ എന്ത് കിട്ടി? -y ഈസ് ഈക്വൽ ടു -8 കിട്ടി. അപ്പൊ ഇനി y എന്തായിരിക്കും? പറഞ്ഞേ.
y ഈക്വൽ ടു എന്താ y എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് 1/, ആണ് കേട്ടോ. 1/, ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എങ്ങനെ y ഈക്വൽ ടു എന്തായിരിക്കും? -8 -1. എടാ ഇവിടെ വൈൻ്റെ അടുക്ക് ഒരു 1 ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, 1/, ആണെന്ന്. അപ്പൊ -8 -y എന്ന് പറഞ്ഞാൽ മൈനസും മൈനസും ഡിവിഷൻ കേസ് വരുമ്പോൾ എന്തേലും പോസിറ്റീവ് ആകും. നെഗറ്റീവ് നെഗറ്റീവ് ഡിവിഷൻ കേസ് പോസിറ്റീവ് ആവും. പിന്നെ എന്ത് ചെയ്യും? 8/1 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 8 ആണ് y. അപ്പോൾ ആൻസർ എന്താ? ഫ്രാക്ഷൻ എന്താണ്? ഭിന്നസംഖ്യ എത്രയാന്നല്ലേ പറഞ്ഞത് അല്ലേ? ഭിന്നസംഖ്യ ഈക്വൽ ടു 3/8. 3/8. 3/8 ഇതാണ്. ക്ലിയർ അല്ലേ? ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതും. ഓക്കെ.